പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ എന്നെ കാണുന്നത് സിനിമ നടനായിട്ടാണ്. പക്ഷെ ഞാൻ എന്നെ കാണുന്നത് സിനിമ നടനായിട്ടല്ല. എനിക്ക് എന്നെ ചെറുപ്പം മുതലേ പരിചയമുണ്ടല്ലോ. അങ്ങനെ ഏതെങ്കിലും ഒരു മോശപ്പെട്ട ഡയറക്ടറിന്റെ കൂടെ അഭിനയിച്ച ഒരു അനുഭവം സിനിമയിൽ വന്നു കഴിഞ്ഞിട്ട് എന്നെ പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ എന്നെ കാണുന്നത് സിനിമ നടനായിട്ടാണ്. പക്ഷെ ഞാൻ എന്നെ കാണുന്നത് സിനിമ നടനായിട്ടല്ല. എനിക്ക് എന്നെ ചെറുപ്പം മുതലേ പരിചയമുണ്ടല്ലോ. എനിക്കറിയാലോ ഞാൻ ആരാണ് എന്താണെന്നും എന്റെ സന്തോഷങ്ങളും എന്റെ എക്സൈറ്റ്മെന്റും എനിക്ക് ആളുകളോടുള്ള ഇഷ്ടവും ആരാധനയും എല്ലാം എനിക്കാണല്ലോ ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത്. അപ്പൊ എനിക്കങ്ങനെ ഏറ്റവും സന്തോഷം തോന്നിയിട്ടുള്ളത് എനിക്ക് അമ്മ സംഘടനയിൽ മെമ്പർഷിപ്പ് ഒക്കെ കിട്ടി കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു അമ്മ മീറ്റിംഗ് എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ ആദ്യത്തെ അത് എസ്ര ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഗപ്പി കഴിഞ്ഞ് എസ്ര തുടങ്ങാൻ പോകുന്നു. ആ ഗ്യാപ്പിലാണ് 2016 ആ സമയത്താണ്. അപ്പോൾ അന്നൊരു ദിവസം ഈ 100-400 ആർട്ടിസ്റ്റുകൾ അമ്മ സംഘടനയിലുണ്ടല്ലോ. അപ്പം നിരന്തരമായിട്ട് സിനിമകൾ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് അതിനകത്ത് ഈ 100-400 പേരിൽ ഈ 400 പേരുണ്ടെങ്കിൽ 400 പേരും എനിക്ക് അറിയാം, പരിചയമുള്ള മുഖങ്ങളാണ്. ഇവരൊക്കെ ഞാൻ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ളതാണെങ്കിൽ 99% ആൾക്കാർ. അപ്പോൾ അവരുടെയൊക്കെ കൂടെ ഒരു വലിയ മുറിയിൽ നമ്മളും, എന്നിട്ട് ആ ഡോർ അങ്ങോട്ട് അടച്ചപ്പോൾ നമ്മളും ഇവരിൽ ഒരാളായി എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പോഴും എനിക്ക് അങ്ങനെ ഒരുപാട് ആക്ടേഴ്സസ് ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ഉറപ്പായിട്ടുമാണ്. അതെങ്ങനെയാണ് മാറുന്നത്? എങ്ങനെയാണ് എടുത്തു പറയാനുള്ള പേരുകൾ ആരെങ്കിലും ഉണ്ടോ? ലൈക് നമ്മുടെ ഇൻഡസ്ട്രി, ഔട്ട് ഓഫ് ഇൻഡസ്ട്രി? പേരുണ്ട്. നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊക്കെ തോന്നുന്നു. ഞാനിപ്പോ എത്ര കൊല്ലമായിട്ട് നമ്മൾ ഇതുപോലെ അമ്മാഷോടെ ഇതിൽ പോകാണ്, ഇവരുടെ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടൊക്കെയാണ്. പക്ഷെ ഇപ്പോഴും ആ ഒരു ദിവസം ആ ഹോളിലേക്ക് കയറുമ്പോൾ എവിടെ നോക്കിയാലും നടന്മാര് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ചെറുപ്പം മുതലേ നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാർ, ഇപ്പൊ കുറെ നാളായിട്ട് കണ്ടിട്ടില്ലാത്ത ആൾക്കാരായിരിക്കും. അവരെ നമ്മൾ കാണാനില്ല. ആ എക്സൈറ്റ്മെന്റ് ഉറപ്പായിട്ടുണ്ട്. കാര്യം അവരൊക്കെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാൻ സിനിമയിലൊന്നുമില്ല, ഞാൻ പുറത്തുനിന്ന് നോക്കി കണ്ടിരുന്ന ഒരു കുട്ടിയായിരുന്നു. ഞാൻ സിനിമയിൽ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് അതേ കൗതുകം തന്നെയുണ്ട് ഇപ്പോഴും ആക്ടേഴ്സിനെയും കാണുമ്പോൾ. അല്ല, ഞാൻ നമ്മില് ചേർന്നിട്ടില്ല. പക്ഷെ ഞാൻ ഈ മീറ്റിംഗ് കാണാം. എങ്ങനെ അറിയോ? കാറുകൾ കാണാൻ വേണ്ടിയാണ് വന്നിറങ്ങണ കാറുകൾ. അത് നോക്കാൻ വേണ്ടി ഞാൻ വെച്ചു പിടിച്ചിരിക്കും. ചിലര് വിത്ത് ഡ്രൈവറായിട്ട് വരും, ചിലര് ഓടിച്ചു വരും. അപ്പൊ ആ വരുന്ന വണ്ടികൾ നോക്കണ എന്റെ സ്ഥിരം പരിപാടിയാണ്. ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആക്ട്രസ് അല്ലെങ്കിൽ ആക്ടർ ആരാ? ഇങ്ങനത്തെ ഒരു ഫാൻ ബോയ്സ്? എനിക്ക് ഏറ്റവും ഇഷ്ടം ദിലീപ് തന്നെയാണ്. അതെ. അപ്പൊ സെയിം ഏറ്റവും ഇഷ്ടം ഇപ്പോഴത്തെ ഏറ്റവും ഇഷ്ടം ഞാൻ കാത്തിരുന്നതിന്റെ നീണ്ട അതിനൊരു വലിയ കഥയുണ്ട്. ശരിക്കും നമുക്ക് ഇവിടെ കട്ട് ചെയ്തിട്ടൊക്കെ പറയാം. സമയമുണ്ട്. നിങ്ങളുടെ കഥ കേൾക്കാനല്ലേ നമുക്ക് അന്വേഷിക്കാൻ കണ്ടെത്താം. നല്ല കഴിവുള്ള സംവിധായകരും ഒരു ക്രൂ ഉണ്ടെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മളിൽ നിന്ന് സംഭവം പുറത്തെടുക്കും. മറ്റേ നമ്മൾ എത്ര പ്ലാൻ ചെയ്തിട്ട് പോയാലും ക്രൂവും സെറ്റപ്പ് ഒന്നും നല്ല അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് പോയത് പോലും നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വരില്ല. നമ്മളെ കൊണ്ട് പെർഫോം ചെയ്യിക്കുന്നത് ഒരിക്കലും ഒരു സോളോ വർക്ക് അല്ല, അതൊരു ടീം എഫേർട്ട് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഏതെങ്കിലും ഒരു മോശപ്പെട്ട ഡയറക്ടറിന്റെ കൂടെ അഭിനയിച്ച ഒരു അനുഭവം? ഷിബുവിനെ പറ്റി പറഞ്ഞത് കേട്ടാ ഞങ്ങൾ വിട്ടു. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ലിസ്റ്റുകളുണ്ട് പറയാം. അങ്ങനെയല്ല, അത് നമ്മൾ വിചാരിച്ച പോലെ അല്ലാതെ നമ്മൾ മനസ്സിൽ കണ്ടതും അവർ മനസ്സിൽ കണ്ടതും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെതായിട്ടുള്ള അതുണ്ടായിട്ടുണ്ട്. നമ്മുടെ അടുത്ത് കഥ പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലൊരു സിനിമ ആണ്, ചിലപ്പോൾ ആ സിനിമ ആയിരിക്കില്ല പറഞ്ഞ ആള് മനസ്സിൽ കണ്ടിട്ടുണ്ടാവുക. നമ്മൾ വിചാരിച്ച അത്രയ്ക്ക് നല്ല സിനിമ ആയിരിക്കില്ല പറഞ്ഞ ആള് മനസ്സിൽ കണ്ടിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് ലൊക്കേഷനിൽ ചെല്ലുമ്പോഴും സിനിമ ഇറങ്ങുമ്പോഴൊക്കെ ചെറിയ വിഷമം തോന്നിയിട്ടുണ്ടാവും. വേണ്ടായിരുന്നു വേണ്ടായിരുന്നില്ല, ചെയ്തു ഇനിയിപ്പോ നമ്മളുടെ തീരുമാനം തന്നെയാണ്. അതിന് റിഗ്രറ്റ് ചെയ്യണതിൽ എന്താ കാര്യം?